ചപ്പാത്തി, പൊറോട്ട, ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ളൊരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും സവോളയും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തു. ചിക്കൻ വിട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷം അതിലേക്ക് ഒരു പൊട്ടറ്റോ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തു. അത് ഇളക്കിയിട്ട് അതിലേക്കൊരു തക്കാളി ഇട്ട് കൊടുത്തു. അത് ഇളക്കിയില്ല കേട്ടോ. അത് ഇളക്കി കഴിഞ്ഞാൽ അതൊന്ന് വഴണ്ട് വരാനായിട്ട് താമസമാണ്. ഇതാകുമ്പോൾ മെൽറ്റായിക്കോളും. ഇത് ആവിയിലൊന്ന് മെൽറ്റായി വന്നപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്തു. അതെല്ലാം നന്നായിട്ട് അതിലേക്കൊന്ന് പിടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അത് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ട് അതൊന്ന് വേവിച്ചു. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തു. അതും ഒന്ന് ഇളക്കിയ ശേഷം വീണ്ടും അടച്ച് വെച്ച് അത് ഒന്നുകൂടി വേവിച്ചെടുത്തു. അതെല്ലാം ഒന്ന് വറ്റി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതെല്ലാം ഇളക്കിയ ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്തു. അത് നന്നായിട്ട് ചൂടാക്കിയെടുത്തു. അതിനുശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കടുകിട്ട് പൊട്ടിയ ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തു.